ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 3-4 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോ വിട എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വരുമോ എന്നുള്ള ക്യാപ്ഷൻ ഇട്ടിട്ടായിരുന്നു നമ്മളത് അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളന്ന് വെറുതെ ഇട്ടിട്ടുണ്ടാണെങ്കിൽ പോലും അത് ശരിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ട സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിപ്പോ അന്നിടാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ വിട ഓടിക്കൊണ്ടിരുന്ന സമയത്ത് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് അടുത്ത് വെച്ചിട്ട് അതിന്റെ ബേക്കത്തെ ടയർ ഊരി തെറിച്ച് പോവുകയും ആ ഒരു വണ്ടി ആക്സിഡന്റും ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അവരുടെ നില കുറച്ച് ഗുരുതരമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുണ്ടായിരുന്നത് ആ ഒരു ഭർത്താവിന്റെ ആയിരുന്നു. പുള്ളി ഏകദേശം ഒരു മാസം 1-2 മാസം മുമ്പ് ചികിത്സ ഉണ്ടായ ശേഷം നമ്മളെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് പോയി, ഈ ഒരു പ്രശ്നം ഇനിയും ആവർത്തിക്കില്ല എന്നൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സെയിം ഇഷ്യൂ തന്നെ പിന്നെയും ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സെയിം ഇഷ്യൂ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ബേക്കത്തെ അതേ ടയർ തന്നെ ഊരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. അതവിടെ ആ ഒരു ഭാഗം അടർന്നു പോയിട്ട് ആക്സിൽ ഇടുന്ന ഒരു ഹോൾ ഉണ്ടാവില്ല, ആ ഹോളിന്റെ അവിടെ വെച്ചിട്ട് അത് അടർന്നു പോയിട്ട് അത് തെറിച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ മെറ്റീരിയൽ ഇത്രയും ലോ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു ഭാഗം തെറിച്ച് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോ ആ സമയത്ത് നമ്മളത് ആവർത്തിക്കില്ലെന്ന് വിചാരിച്ചു. പിന്നീട് ആദ്യത്തെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം പിന്നെ അത് അവർ എല്ലാ വണ്ടികളും റീകോൾ ചെയ്തതിന് ശേഷം ഈ ഒരു വിഷയം സോൾവ് ചെയ്ത് വണ്ടി തിരിച്ച് കൊടുക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാ വണ്ടിയിലും ഇതേ പ്രശ്നം തന്നെയാണ് പിന്നെ അവതരിക്കുന്നത്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേറെ വണ്ടി ഇതേപോലെ ആക്സിഡന്റ് ആവും എന്നുള്ളത് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഇത് എടുത്ത ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നിങ്ങൾ എന്തായാലും ഷോറൂമിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ വിശദമായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇത് രണ്ടാമത്തെ തവണയാണ് ഇതേ സെയിം വണ്ടി തന്നെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ ഊരിത്തെറിക്കുന്നത്. അപ്പൊ ആദ്യത്തെ തവണ ഇത് ആക്സിഡന്റ് ആയ സമയത്ത് അവർ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റു വണ്ടിക്ക് തട്ടിപ്പോയതാണ്, അവര് റഫായിട്ടുള്ള ഡ്രൈവിംഗ് കൊണ്ടൊക്കെയാണെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് എന്താ പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആദ്യത്തെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു വണ്ടിയും ഒന്നും ഉണ്ടായിരുന്നില്ല, എവിടെ ഇടിച്ചതായിട്ട് ഒരു പാടും കാണുന്നില്ല വണ്ടിക്ക്. അത് വേറെ വണ്ടിക്ക് യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ആ വണ്ടിയെ സൈഡിൽ മറിഞ്ഞ് അവിടെ കിടക്കുന്നുമുണ്ട്. അപ്പൊ അത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും അത് വണ്ടി ഓട്ടത്തിനിടയിൽ തന്നെ ആ ഒരു ടയർ തെറിച്ച് പോയിട്ടുള്ള എന്നുള്ള കറക്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ആദ്യത്തെ വണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിലായിരുന്നു, 10-30 കിലോമീറ്റർ ഒക്കെ സ്പീഡിലാണെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഇപ്പോഴത്തെ ആ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടാമത് ആക്സിഡന്റ് ആയ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും സ്പീഡ് കുറഞ്ഞ രീതിയിലാണ് പോകുന്നത് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ റോഡിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പം ആ ഒരു അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണത്. ഭാഗ്യത്തിന് അവിടെ വേറെ മറ്റു വണ്ടികളൊന്നും ആ സമയത്ത് എതിരെ വരുവോ അല്ലെങ്കിൽ പുറകിലുണ്ടായതോ ഇല്ലാത്തത് കൊണ്ട് മാത്രം അവര് രക്ഷപ്പെട്ടു എന്നാണ് രക്ഷപ്പെട്ടിട്ടുള്ള 2 പേര് ഇപ്പൊ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല്. അപ്പോ എന്തായാലും ഇത് വളരെ ദാരുണമായിട്ടൊരു സംഭവമായിരുന്നു. അപ്പം ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ചും ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വണ്ടി ആയതുകൊണ്ടാണ്. മറ്റുള്ള ഇപ്പൊ ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതിൽ വലിയ നമുക്ക് അത്ഭുതം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിന് മാത്രം ടെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. എല്ലാം നേരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ ഹീറോ, അതേപോലെ തന്നെ ബജാജ്, TVS, പിന്നെ അതേപോലെ തന്നെ ഏതർ പോലുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും കുറച്ചുകൂടി ഒരു ബ്രാൻഡഡ് കമ്പനിയാണ് പറയുന്നത്. നമ്മൾ പെട്രോൾ വണ്ടിയൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റുള്ള ഈ ബ്രാൻഡഡ് വണ്ടികളെ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അതിനൊന്നും വലിയ ഇത്രയും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ കംപ്ലൈൻസ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും ഇത്രയും ഇഷ്യൂസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ബ്രാൻഡ് വണ്ടിയായിട്ട് പോലും ഇങ്ങനെ സെയിം ഇഷ്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഇതിനിപ്പം ഈ വണ്ടി സെയിം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഒരു വണ്ടി ആളുകൾക്കും പ്രത്യേകിച്ചും അവർക്കും ഒരു പേടി ഉണ്ടാവും ഇതിനെക്കുറിച്ച്, ഈ വണ്ടി ഇനി ആക്സിഡന്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ. ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാല്. അപ്പം ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.